വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻ ലോജിക്കിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ എനി ടു പ്രൊപ്പോസിഷൻസ് ആർ ആൻഡ് എസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ആർ ഓർ യെസ് ഈസ് ലോജിക്കലി ഇക്വിവാലൻറ്റ് ടു നെഗേഷൻ ആർ ആൻഡ് നെഗേഷൻ എസ്. അപ്പോൾ ഇത് ഡിമോർഗൻസ് ലോയിൽ വരുന്നതാണ് അല്ലേ. നെഗേഷൻ ഓഫ് ആർ ഓർ എസ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ആർ ആൻഡ് നെഗേഷൻ എസ് ഓരോന്നിനും നെഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഡിമോർഗൻസ് ലോ ആണ്, ഇത് കറക്റ്റാണ്. അതുകൊണ്ട് ഇൻകറക്റ്റ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണ്, നെഗേഷൻ ഓഫ് ആർ ആൻഡ് എസ് ഈസ് ലോജിക്കലി ഇക്വിവാലൻറ്റ് ടു എന്താണ്, ഇത് നമുക്ക് ഡിമോർഗൻസ് ലോ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നെഗേഷൻ ആർ ഓർ നെഗേഷൻ എസ് എന്ന് വരും. ഓക്കെ, നെഗേഷൻ ഓഫ് ആർ ആൻഡ് എസ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ആർ ഓർ നെഗേഷൻ എസ് അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ഇതും കറക്റ്റാണ്, നമുക്ക് ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി എന്താണ്, നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ ഈസ് ലോജിക്കലി ഈക്വൽ ടു എന്താണ്, ആർ ആണ് അല്ലേ. നമ്മളിപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ ആണ്. നമ്മൾ ഡിജിറ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ആ സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. നെഗേഷൻ ഓഫ് നെഗേഷൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറയാം, സി ആണെന്ന് പറയാം. ഇവിടെ കൊടുത്തിരിക്കുന്ന നെഗേഷൻ ഓഫ് ആർ ഓർ എസ് ആണ്. അപ്പോൾ നെഗേഷൻ ഓഫ് ആർ ഓർ എസ് എന്താ, നെഗേഷൻ ആർ ആൻഡ് നെഗേഷൻ എസ് ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, നെഗേഷൻ ഓഫ് ആർ ഓർ എസ് ഇക്വൽ നെഗേഷൻ ആർ നെഗേഷൻ എസ് ആണ്. നെക്സ്റ്റ് വൺ, പി ഓർ ക്യൂ ഈസ് ലോജിക്കലി ഇക്വിവാലൻറ്റ് ടു. അപ്പോൾ ഇത് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, ഇത് പി ആണ്, ഇത് ക്യൂ ആണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ആകുമ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ ആണ് ഇവിടെ വരിക. അത് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നെഗേഷൻ ഓഫ് നെഗേഷൻ ക്യൂ ഓർ നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഓർ നെഗേഷൻ പി അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പി ഓർ ക്യൂ ആണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ അതല്ല. ഓക്കെ, ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ക്യൂ ഇംപ്ലൈസ് പി. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ക്യൂ ഓർ പി ആണ്. അപ്പോൾ അതുമല്ല നമുക്ക് പറയാം. നെക്സ്റ്റ് എന്താ, നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ ആണ്, അതായത് പി ഓർ ക്യൂ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്തായിരുന്നു ഓപ്ഷൻ വന്നത്, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ആണ്. നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്താ, നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പി ഓർ നെഗേഷൻ ക്യൂ ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടോട്ടോളജി. ഇപ്പോൾ ഇവിടെ ടോട്ടോളജി എന്ന് പറയുന്നത് ഏതാ വരിക, ടോട്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ടോട്ടോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ പി ആൻഡ് ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ അല്ലേ. അപ്പോൾ ഇവിടെ ആൻഡ് വന്നതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ. അപ്പോൾ പി ആൻഡ് ക്യൂ ഇതിലും ആൻഡ് ആണ്. അതുകൊണ്ട് പി ക്യൂവും ട്രൂ ആയി കഴിഞ്ഞ് മാത്രമേ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡ് ട്രൂ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിയും ക്യൂവും ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞു എന്ന് കരുതി ഇനി എന്ത് ചെയ്യണം, ഇവിടെ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ അല്ലേ വരിക. ഇത് രണ്ടും ട്രൂ ആയി കഴിഞ്ഞാൽ നെഗേഷൻ എന്ന് പറയുന്നത് ഫോൾസ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടും ഫോൾസ് വന്നു കഴിഞ്ഞാൽ എന്തായി, ഇതിൻ്റെ ആൻസർ ഫോൾസായി. അപ്പോൾ അത് ടോട്ടോളജി അല്ല എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഓപ്ഷൻ ഏതാണ്, പി ഓർ ക്യൂ, പി. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്നാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോത്തസിസ് ആണ്.
അല്ലെങ്കിൽ പ്രിമൈസ് ആണ് അല്ലെങ്കിൽ ആൻറ്റിസിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത് ട്രൂവും ഇത് ഫോൾസും ആവുന്നൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ. പി ഇംപ്ലൈസ് ക്യൂവിൽ ട്രൂവും ഇത് ഫോൾസും ആകുമ്പോഴാണ് അത് ഫോൾസ് ആവുന്നത്. അപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ടോട്ടോളജി ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ക്യൂ ഫോൾസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്തുകൊണ്ട്? നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടുന്ന ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ടോട്ടോളജി അല്ല നമുക്ക് പറയാം. ഇനി നമുക്കിവിടെ ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ പി ഓർ ക്യൂവിൽ ക്യൂ ഫോൾസായി കഴിഞ്ഞാൽ ഈ പി ഓർ ക്യൂ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പി ട്രൂ ആവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പി ഓർ ക്യൂ ട്രൂ ആവുള്ളൂ. കാരണം ഇത് മൊത്തത്തിൽ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ആൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതും ട്രൂ ആയി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ ക്യൂ എന്താണ്? ക്യൂ ഫോൾസ് ആണ്. ക്യൂ ഫോൾസ് ആയതുകൊണ്ട് അത് ട്രൂ ആവണം, അല്ലെങ്കിൽ പി ഓർ ക്യൂ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ പി ട്രൂ ആയിരിക്കണം. ഇപ്പോൾ പീനെ നമ്മൾ എന്ത് ചെയ്തു? പി നമ്മൾ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നെഗേഷൻ പി എന്താണ്? നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഫോൾസായി. അപ്പോൾ ഫോൾസ് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, അതായത് പിയും ക്യൂവും ഫോൾസായി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അത് ട്രൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇത് ടോട്ടോളജി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് പി ഇംപ്ലൈസ് ക്യൂ ബൈ കണ്ടീഷണൽ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ അത് ടോട്ടോളജി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്നാലും നമ്മളൊന്ന് നോക്കുകയാണ്. ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൈ കണ്ടീഷനിലായതുകൊണ്ട് ഇവിടെ പിയും ഇത് ക്യൂ ആണ്. സോ ഈ പിയുടെ കേസിൽ ഇതെന്താണ്? ഇവിടെ രണ്ടും ഫോൾസ് അല്ലെങ്കിൽ രണ്ടും ട്രൂ എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ട്രൂ വരുന്നത്. നേരെ മറിച്ച് ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും ആണ് എങ്കിൽ ആ കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ, ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എങ്കിൽ നമ്മുടെ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആയാൽ നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പി ഓർ ക്യൂ ഇത് എന്താണ്? ഇത് നമ്മൾ സപ്പോസ് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത് ഫോൾസ് ആണ്. അപ്പോൾ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ ക്യൂ. ഓക്കെ, അപ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ, പി ട്രൂ ആണ് എങ്കിൽ നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് അല്ലേ. നെഗേഷൻ പി ഫോൾസ് ആകുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് ഇത് ഫോൾസായി, ഇത് ട്രൂ ആയി. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ വരുമ്പോൾ നമ്മളിത് ഫോൾസ് ആവുമോ? ഇല്ല. നേരെ മറിച്ച് ഇത് ഫോൾസ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നെഗേഷൻ ഇത് ഫോൾസ് ആണ്, അതായത് പി ട്രൂ ആണ്, നെഗേഷൻ പി എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അപ്പോൾ ക്യൂവും ഫോൾസ് ആവണം. ക്യൂ ഫോൾസായി. ഇവിടെ ക്യൂ ഫോൾസ് ആണ്, ഇവിടെ ക്യൂ ഫോൾസായി. ദെൻ നെഗേഷൻ ഓഫ് നെഗേഷൻ പി, അതായത് ഇത് ട്രൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു സൈഡിൽ ഫോൾസും ഒരു സൈഡിൽ ട്രൂവും വന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? അത് ഫോൾസ് ആണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഏത് ഫോൾസ് ആണെന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടോട്ടോളജി എല്ലാം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം അത്തരത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിന് ടോട്ടോളജി എല്ലാം പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രൂത്ത് ടേബിൾ വരച്ചുകൊണ്ട് പി ക്യൂ, അതുപോലെ തന്നെ പി ഇംപ്ലൈസ് ക്യൂ, ദെൻ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ, ദെൻ ഇതിൻ്റെ ബൈ കണ്ടീഷൻ, അതിൻ്റെ ട്രൂ ഫോൾസ് കണ്ടീഷൻ എല്ലാം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതെല്ലാം ട്രൂ ആണോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഫോൾസ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അത് ടോട്ടോളജി ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ടോട്ടോളജി നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Next question. Let P, Q, R and S be propositions. Assume that the equivalence P double implies Q or negation Q and Q implies double implies R hold. Then the truth value of the formula P and Q implies P and R or S is always true, false, same as the truth table of Q, same as the truth table of S. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ദെൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്? പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ഓർ ക്യൂ ഡാഷ് അല്ലെങ്കിൽ നെഗേഷൻ ക്യൂ. അതായത് പി എന്ന് പറയുന്നത്
ബൈ കണ്ടീഷനിലാണ് എന്തിന് ക്യൂ ഓർ നെഗേഷൻ ക്യൂ. ക്യൂ ഓർ നെഗേഷൻ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത് 1 ആണ്. ഓക്കെ, അപ്പോൾ പി 1 ആണ്. ദെൻ ക്യൂ എന്താണ്, ക്യൂ ബൈ കണ്ടീഷണൽ ആറാണെന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവിടെ പിക്ക് പകരം 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ആൻഡ് ക്യൂ. ഓക്കെ, ദെൻ ഇംപ്ലൈസ് പീന് പകരം നമ്മൾ 1 കൊടുക്കുകയാണ്. ദെൻ ഈ ആറും ക്യൂവും ബൈ കണ്ടീഷനിലല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആറിന് പകരം നമുക്ക് ക്യൂ തന്നെ നമുക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ വരുമ്പം ഇവിടെ ക്യൂ കൊടുക്കാം, ദെൻ ഓർ യെസ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ദെൻ ഇവിടെ ക്യൂ ഇംപ്ലൈസ് ക്യൂ ഓർ യെസ് എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് 1 ആൻഡ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യൂ തന്നെയാണ്. അപ്പോൾ ക്യൂ ഓർ എസ് എന്നുള്ള കിട്ടും. അപ്പോൾ ക്യൂ ഇംപ്ലൈസ് ക്യൂ ഓർ എസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്യൂ ഇവിടെ ക്യൂ ഇംപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെന്ത് കൊടുക്കാം, ഇത് പി ഇംപ്ലൈസ് ക്യൂവിന് സിമിലർ അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം, നെഗേഷൻ ക്യൂ ഓർ എസ് എന്ന് കൊടുക്കാം. ഓക്കെ, ക്യൂവിന് പകരം ഇവിടെ ക്യൂ ഓർ എസ് ആണ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ നെഗേഷൻ പി ഓർ ക്യൂ ആണ്. അപ്പോൾ നെഗേഷൻ ക്യൂ ഓർ എസ് ആണ്. അപ്പോൾ നെഗേഷൻ ക്യൂ ഓർ എസ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഓർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെപ്പോഴും 1 ആയിരിക്കും. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, അതായത് ഓപ്ഷൻ എ ട്രൂ എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് 2 വെൽ ഫോംഡ് ഫോർമുലാസ് ഇൻ പ്രൊപ്പോസിഷണൽ ലോജിക്. F1 is equal to P implies negation P. F2 equal to P implies negation P or negation P implies P. Which of the following statements is correct? F1 is satisfiable, F2 is valid, F1 is unsatisfiable, F2 is satisfiable, F1 is unsatisfiable, F2 is valid, then F1 and F2 both are satisfiable. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയതായിട്ടൊരു ടേമാണുള്ളത് സാറ്റിസ്ഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് സാറ്റിസ്ഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് 0 അല്ലെങ്കിൽ 1 എന്നല്ല നമുക്ക് കിട്ടുന്നത്, ഏതെങ്കിലും പി നെഗേഷൻ പി എന്നുള്ള രീതിയിൽ ഒരു വേരിയബിളാണ് നമുക്ക് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് സാറ്റിസ്ഫയബിൾ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ എന്താ, പി ഇംപ്ലൈസ് നെഗേഷൻ പി. ആ പി ഇംപ്ലൈസ് നെഗേഷൻ പീനെ പി നെഗേഷൻ പി ക്യൂ എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നെഗേഷൻ പി ഓർ നെഗേഷൻ പി അല്ലേ. നെഗേഷൻ പി ഓർ നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലോജിക്കലി ഈക്വലൻ്റ് ടു നെഗേഷൻ പി ആണ്. അത് 0 അല്ല 1 അല്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് സാറ്റിസ്ഫയബിൾ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ സാറ്റിസ്ഫയബിൾ ആണ് എന്നുള്ളത് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് F2 കൂടെ നമുക്ക് നോക്കേണ്ടി വരും. F2 എന്താണ്, പി ഇംപ്ലൈസ് നെഗേഷൻ പി ഓർ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ ഇതും അതുപോലെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നെഗേഷൻ പി ഓർ നെഗേഷൻ പി ഓർ നെഗേഷൻ ഓഫ് നെഗേഷൻ പി ഓർ പി. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടെ നെഗേഷൻ പി ഓർ നെഗേഷൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി ആണ്, നെഗേഷൻ പി ആണ്. നെഗേഷൻ പി ഓ പി ഓ പി അതാണ് നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും പി തന്നെയാണ് വരിക. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ നെഗേഷൻ പി ഓർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്ന് പറയാം, അത് വാലിഡ് ആണ്, അല്ലെങ്കിൽ അത് ടോട്ടോളജി എന്ന് പറയാം. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ടോട്ടോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് വാലിഡ് ആണെന്ന് പറയാം. അതുകൊണ്ട് F2 വാലിഡും F1 സാറ്റിസ്ഫയബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് then y unless z is represented by which of the following formulae in propositional logic? X and y implies negation z, x and negation z implies y, x implies y and negation z, y implies x and negation z.
അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊപ്പോർഷൻ ലോജിക് പറയുന്ന സമയത്ത് അതിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസ് കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു സെഡും ഇഫ് ആൻഡ് ഓൺലി, ഇഫ് ദെൻ, അൺലെസ് ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. ഇഫ് എക്സ് ദെൻ വൈ അൺലെസ് സെഡ്. അതായത് എക്സ് ട്രൂ ആണെങ്കിൽ വൈ ട്രൂ ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ സെഡ് ട്രൂ അല്ല എങ്കിൽ, അല്ലെങ്കിൽ നെഗേഷൻ സെഡ് ട്രൂ ആവണമെങ്കിൽ, ആ ഒരു കണ്ടീഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മഴ സീസണാണ്. അപ്പോൾ നമുക്ക് ഒരു ഫിലിം കാണാൻ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, മഴയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകും. ഓക്കെ. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകും, മഴയില്ല എങ്കിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ട്രൂ എന്നുള്ള കണ്ടീഷനിലേക്ക് വരിക. അതായത് മഴയില്ല എന്നുള്ള കണ്ടീഷൻ. അത് ആ ഒരു രീതിയിലുള്ള വരുന്നതാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് എക്സ് ദെൻ വൈ അൺലെസ് സെഡ്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സിനിമ കാണാൻ പോവും, മഴ ഇല്ല എങ്കിലുള്ള. അപ്പം അത്തരത്തിലുള്ളൊരു റിലേഷനാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുക. അപ്പം അത്തരത്തിൽ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്ന ഏതാ? എക്സ് ആൻഡ് വൈ ഇംപ്ലൈസ് നെഗേഷൻ സെഡ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ദെൻ എന്നുള്ള പറയുമ്പോൾ നമുക്ക് എന്താ? പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ റൈറ്റ് സൈഡിൽ വൈ വരുന്ന രീതിയിലുള്ളൊരു ടേം ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇവിടെ എല്ലാ ടേംസും പറയുന്ന സമയത്ത് അതിൽ ഒന്ന് മാത്രം നമുക്ക് അത്തരത്തിൽ പറയാനുള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഇഫ് എക്സ് ദെൻ വൈ അൺലെസ് സെഡ്. അൺലെസ് സെഡ് ആയതുകൊണ്ട് നമ്മളിവിടെ നെഗേഷൻ സെഡ് എന്നുള്ള കണ്ടീഷനാണ് അവിടെ കൊടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിലും ഇത് എടുക്കാം. കാരണം നമ്മൾ അൺലെസ് പഠിച്ചിട്ടുണ്ടായിരുന്ന ഡിസ്റ്റിങ്ഷനിലാണ് നമ്മൾ പഠിച്ചത്. ആ ഒരു രീതിയിലേക്ക് എടുക്കാനും നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെറ്റിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നമുക്കിനി വരും ക്ലാസ്സുകളിൽ അതുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.